വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ക്യൂ ക്യാമി. അപ്പോൾ ഇന്ന് നമ്മുടെ അതിഥിയായിട്ട് എത്തിയിരിക്കുന്നത് റോഷനാണ്. റോഷൻ ഫിജിയുടെ സെയിൽസും അതുപോലെ ടെക്നിക്കൽ സപ്പോർട്ടും നൽകുന്ന ഒരാളാണ്. അപ്പോൾ ഇന്ന് റോഷൻ നമ്മളെ കാണിക്കാനായിട്ട് കുറേ ക്യാമറകൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് എനിക്ക് ഏറ്റവും അട്രാക്റ്റീവായിട്ട് തോന്നിയൊരു ക്യാമറയാണ് ഫിജിയുടെ XH2 എന്ന് പറഞ്ഞൊരു ക്യാമറ. കാരണം 160 മെഗാ പിക്സലിലും പടം എടുക്കാൻ പറ്റുമെന്നൊക്കെയാണ് ഫിജി അവകാശപ്പെടുന്നത്. അപ്പോൾ വെൽക്കം റോഷ, വെൽക്കം ടു ക്യൂ ക്യാമി. ഇത് ഏത് സെഗ്മെന്റിനാണ് നിങ്ങൾ കൂടുതൽ ഉദ്ദേശിക്കുന്നത് ഈ ക്യാമറ? ആക്ച്വലി XH2 എന്നുള്ള ക്യാമറ വരുമ്പോൾ ഒരു ഹൈബ്രിഡ് ക്യാമറയാണ്. ഒരു ഫോട്ടോഗ്രാഫി ആണെങ്കിലും വീഡിയോഗ്രാഫി ആണെങ്കിലും ഒരുപോലെ ഷൂട്ട് ചെയ്യാൻ പറ്റിയ ഒരു ക്യാമറയാണ് XH2 വരുന്നത്. ഓക്കെ, പക്ഷേ ഇത് ഫോട്ടോയ്ക്കാണോ വീഡിയോയ്ക്കാണോ കൂടുതൽ പ്രാധാന്യം നൽകുന്നത്? ഇതൊരു 40 മെഗാ പിക്സൽ റെസൊല്യൂഷൻ ക്യാമറ ആയതുകൊണ്ട് നമുക്ക് ഫോട്ടോനും വീഡിയോനും ഒരുപോലെ തന്നെ യൂസ് ചെയ്യാം. ഇതിൽ വീഡിയോയിലേക്ക് വരുമ്പോൾ 8K റെസൊല്യൂഷനിൽ നമുക്ക് റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ 8Kയിൽ റെക്കോർഡ് ചെയ്യുമ്പോൾ ഹീറ്റിംഗ് ഇഷ്യൂ ഇല്ല. ഇതിന്റെ കൺസ്ട്രക്ഷൻ ഓൾറെഡി വലിയ ബോഡി ഡിസൈൻ ആണ് ചെയ്തേക്കണേ. അത് കൂടാതെ നമുക്കിപ്പോൾ ഒരു 8K റെസൊല്യൂഷനിൽ പോവുകയാണെങ്കിൽ എക്സ്റ്റേണൽ കൂളിംഗ് ഫാൻ ആഡ് ചെയ്യാനുള്ള ഓപ്ഷനും ക്യാമറ. അതാണ് ഈ രണ്ട് ഹോള് കാണുന്നത്. ഇതിൽ അറ്റാച്ച് ചെയ്യാൻ പറ്റും. ഇതിന്റെ കറണ്ട് എവിടെ നിന്നാണ് അപ്പോൾ കൊടുക്കുക? ഇതിൽ പവർ എടുക്കുന്ന ഡയറക്റ്റ് ക്യാമറയിൽ തന്നെ ആയിരിക്കും. ഓക്കെ ഓക്കെ, ക്യാമറയിൽ നിന്ന് തന്നെ പവർ എടുത്ത് സെൽഫ് കൂൾ ചെയ്ത് എടുക്കാൻ പറ്റും. അതായത് സ്വിജിയുടെ സാധാരണ ക്യാമറകളെല്ലാം ഒരു 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 വളരെ ഒരു പഴയ ലുക്കിലാണല്ലോ, പക്ഷെ ഇത് കുറച്ച് വലിയ ക്യാമറയാണല്ലോ. എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ അങ്ങനെ വലുതാക്കാനായിട്ട്? XH2 കൂടുതലായിട്ട് ഡിസൈൻ ചെയ്തേക്കുന്നത് ഹൈബ്രിഡ് ആയിട്ടാണ്. അപ്പോൾ ഒരുപോലെ ഫോട്ടോയും വീഡിയോയും നമുക്ക് ഒരുപോലെ തന്നെ ഷൂട്ട് ചെയ്യണം. അപ്പോൾ വീഡിയോയിൽ വരുമ്പോൾ അതിന്റെ ബോഡി സൈസ് കുറച്ചുകൂടി കൺസ്ട്രക്റ്റീവ് ആയിരിക്കണം. അതാണ് ആ ഡിസൈൻ. അതുകൊണ്ടാണ് ഇത് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത് 8K വരെ റെക്കോർഡ് ചെയ്യാൻ പറ്റും. 8K റെസൊല്യൂഷൻ വരെ റെക്കോർഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഏത് കാർഡാണ് ഉപയോഗിക്കേണ്ടത്? നമുക്കിപ്പോൾ CF Express Type B കാർഡും പിന്നെ നോർമൽ SD കാർഡും യൂസ് ചെയ്യാം. രണ്ട്. പക്ഷേ ഇതിനകത്ത് പ്രോറസ് ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഈ ക്യാമറയിൽ വരുമ്പോൾ CF Express കാർഡ് യൂസ് ചെയ്യുമ്പോൾ ഇന്റർണലി പ്രോറസ് റെക്കോർഡ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. പ്രോറസ് റെക്കോർഡ് ചെയ്യാൻ ഓപ്ഷൻ. പക്ഷേ എനിക്ക് തോന്നുന്നു വേറെ ഈ ഒരു ബഡ്ജറ്റ് ലെവലിൽ ആ ഒരു ഓപ്ഷൻ ഇല്ല. ഈ ഒരു ബഡ്ജറ്റ് ഒരു 1.5 to 2 lakh റേഞ്ചിൽ വരുമ്പോൾ ഈ ഒരു ഫീച്ചർ വരുന്ന ഒരു ക്യാമറ വേറെ കോമ്പറ്റീഷനിൽ കുറവാണ്. അതുപോലെ കളർ സിമുലേഷൻ നിങ്ങൾ എടുത്തു പറയുന്നുണ്ടല്ലോ, എന്താണ് ഫിജിയുടെ ഈ ഒരു കളറിന്റെ? ഫിലിം സിമുലേഷൻസ് എന്ന് പറയുമ്പോൾ ഫിജിയുടെ പഴയ ഫിലിം സ്റ്റോക്സ് തുടങ്ങിയുള്ള ഒരു ഫിലിം ടോൺസ് ആണ്. ആ ഒരു ഫിലിം ലുക്ക്, ആ ഒരു ഫിൽറ്റേഴ്സ്. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ ഇപ്പൊ ഒരു ഫിൽറ്റേഴ്സ് എന്ന് പറയാം. അപ്പൊ ആ ഒരു ഫിൽറ്റേഴ്സ് പോലുള്ള ഫിജിയുടെ ഫിലിം സിമുലേഷൻ. അപ്പോൾ ഈ ഫിൽറ്റേഴ്സ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളിപ്പോ സിമുലേഷൻ ഉപയോഗിക്കുമ്പോൾ ലട്ട് ഒഴിവാക്കാന്നാണോ? അതെ, നമുക്ക് പോസ്റ്റ് പ്രൊഡക്ഷൻ കുറയ്ക്കുക എന്നുള്ള ഒരു കൺസെപ്റ്റ് ആണ് ഫ്യൂജിയുടെ മെയിൻ ആയിട്ട് വരുന്നത്. ഫ്യൂജി ഫോക്കസ് ചെയ്യുന്നത് തന്നെ പോസ്റ്റ് പ്രൊഡക്ഷൻ കുറച്ച് നമുക്ക് ഇൻ ക്യാമറയിൽ തന്നെ ഷൂട്ട് ചെയ്ത് ഡയറക്റ്റ് നല്ലൊരു ഔട്ട് ഇറക്കാം എന്നുള്ളൊരു കൺസെപ്റ്റ് ആണ്. അതായത് ഗ്രേഡിങ്ങിലോട്ട് പോവേണ്ടതില്ലാതെ തന്നെ നമുക്ക്. അപ്പോൾ വെഡിങ് ഒക്കെ എടുക്കുന്നവർക്കാണെങ്കിൽ ഫിജിയിൽ ഷൂട്ട് ചെയ്യണമെങ്കിൽ ഗ്രേഡ് ചെയ്യാണ്ട് തന്നെ ഒരു ഗ്രേഡ് ചെയ്ത ഫീൽ കൊടുക്കാൻ പറ്റുന്നതാണ്. പക്ഷെ നിങ്ങൾ ഇപ്പോൾ ഫിജി 20 സിമുലേഷൻസ് ആണല്ലോ അതിലുള്ളത്. 20 സിമുലേഷൻ ഉണ്ടാക്കണ്ട. ഇത് എങ്ങനെയാണ്? ഞാനിപ്പോൾ ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ ഞാൻ എങ്ങനെ സെലക്ട് ചെയ്യേണ്ടത്? ഞാൻ കൺഫ്യൂസ്ഡ് ആവില്ലേ 20 സിമുലേഷൻസ്? ഇതിൽ നമ്മൾക്ക് എന്തായാലും അതിന്റെ ഒരു പ്രീസെറ്റ് വേർഷൻ ഡയറക്റ്റ് തന്നെ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അതിൽ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാം. ബട്ട് ഇതെല്ലാം ഒരു ഫിലിം ക്യാമറ യൂസ് ചെയ്തിട്ടുള്ള ഒരു പഴയ ആളുകൾക്ക് എല്ലാവർക്കും ഒരു നൊസ്റ്റാൾജിക് ഫീൽ കിട്ടുന്ന ടോൺസ് ആണ് എല്ലാം ഉള്ളത്. അപ്പോൾ തീർച്ചയായും എല്ലാവർക്കും അത് ഇഷ്ടപ്പെടും. ആ ഒരു ടോൺസ് 20 ടോൺസ് ആണെങ്കിൽ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ പുതിയൊരാൾ വാങ്ങുകയാണെങ്കിൽ ആ ടോൺസ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ടി വരും. പക്ഷെ ഒരിക്കൽ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ലട്സ് ഉപയോഗിക്കുന്ന പോലെ ഈസി ആയിട്ട് ഗ്രേഡ് ചെയ്യാതെ ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഇതിന്റെ സ്റ്റെബിലൈസേഷൻ എങ്ങനെയാ? ക്യാമറയിൽ ഇൻബോഡി സ്റ്റെബിലൈസേഷൻ വരുന്നുണ്ട്. അത് അപ് ടു 7 സ്റ്റോപ്സ് വരെ നമുക്ക് ഇൻബോഡി സ്റ്റെബിലൈസേഷൻ കിട്ടും. അപ്പോൾ നമ്മൾ നടന്നുകൊണ്ടൊക്കെ എടുക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് ഷൂട്ട് ചെയ്യാം. ഈസി ആയിട്ട് ഇതിനകത്ത് ഷൂട്ട് ചെയ്യാൻ പറ്റും. പിന്നെ എത്ര മെഗാ പിക്സലാന്ന് പറഞ്ഞത്? ക്യാമറ മെഗാ പിക്സൽ വരുമ്പോൾ 40 മെഗാ പിക്സലാണ് വരുന്നത്. 40 മെഗാ പിക്സലാണ് വരുന്നത്. ഇതിന്റെ എത്രാമത്തെ ജനറേഷൻ ആണ് ഇതിന്റെ പ്രോസസർ വരുന്നത്? ഇത് കറന്റ്ലി ഇപ്പോൾ ലേറ്റസ്റ്റ് ജനറേഷൻ ആണ്. 5th ജനറേഷനിലാണ് ഇപ്പോൾ ഫിജി ഫിലിമിന്റെ ലേറ്റസ്റ്റ് പ്രോസസർ ഉള്ളത്. ഓക്കെ. അപ്പോൾ ഇത് പറയുകയാണെങ്കിൽ സെൻസർ വരുമ്പോൾ 5th ജനറേഷനിൽ 40 മെഗാ പിക്സൽ സെൻസറാണ് വരുന്നത്. ഹൈ റെസൊല്യൂഷൻ കാറ്റഗറി സെൻസറിൽ വരുന്ന സെൻസറാണ് XH2 വരുന്നത്. അപ്പോൾ ഇത് സത്യത്തിൽ നമുക്ക് ഒരു വലിയ പടങ്ങളൊക്കെ എടുക്കാനായിട്ടൊക്കെ ഉപയോഗിക്കാം. ഇത് കഴിഞ്ഞാൽ അടുത്ത ക്യാമറ ഏതാ ഫിജിയുടെ? ഇത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സെഗ്മെന്റ് വരുന്നത് XH2S എന്ന് പറഞ്ഞൊരു ക്യാമറ ഉണ്ട് നമ്മൾക്ക്. അത് ഫിജിയുടെ ഒരു യൂണിക് ക്യാമറയാണ്. കാരണം സ്റ്റാക്കഡ് ലെയർ സെൻസറിൽ വരുന്ന ഒരു ക്യാമറ XH2S ആണ്. അതിനെന്ത് വില വരുന്നുണ്ട്? അത് ഓൾമോസ്റ്റ് സെല്ലിംഗ് പ്രൈസ് അറൌണ്ട് 2,23,000 അത്രേ വരുന്നുള്ളൂ. ഓക്കെ, അത് എത്ര മെഗാ പിക്സലാണ്? വീഡിയോക്കുള്ള ക്യാമറ? അത് 26 മെഗാ പിക്സൽ ആണ്. പക്ഷെ അത് ഫാസ്റ്റ് ക്യാമറയാണ്. ലൈക്ക് അതിൽ 40 FPS പെർ സെക്കൻഡിൽ നമുക്ക് ഷൂട്ട് ചെയ്യാം. പിന്നെ 4K 120 FPS സ്ലോ മോഷൻ ഷൂട്ട് ചെയ്യാം. HD 240. ഇതിൽ എങ്ങനെയാണ് ഫ്രെയിം റേറ്റ് എങ്ങനെയാണ്? ഈ ക്യാമറയിൽ വരുമ്പോൾ 8K 30 റെസൊല്യൂഷൻ നമുക്കുണ്ട്. 8K 30 FPS ഷൂട്ട് ചെയ്യാം. 4K 60 ഉണ്ട്.
ഫുൾ HD 240 240 വരെ. അപ്പോൾ സ്ലോ മോഷനൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ കളർ ടോൺ ഫിജിയുടെ പ്രത്യേകിച്ച് പറയേണ്ടതില്ലാത്ത ഒരു എക്സ്ട്രാൻസ് എന്നുള്ള ഒരു യൂണിക് സെൻസർ ആണ് ഫ്യൂജി യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഫ്യൂജിനെ പറ്റി അറിയാവുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമായിരിക്കും എക്സ്ട്രാൻസ് സെൻസർ. ഏറ്റവും വലിയ ഹൈലൈറ്റ് നമ്മുടെ എക്സ്ട്രാൻസ് സെൻസർ തന്നെ ആയിരിക്കും. അപ്പോൾ നമുക്ക് ലോഗേഷനുള്ള ക്യാമറകളും ഉണ്ട്. അതെ, നമുക്ക് ഫ്യൂജി പ്രൊഡക്ഷൻ ഇപ്പോൾ ക്യാമറ പ്രൊഡക്ഷൻ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ കാറ്റഗറി വൈസ് സെപ്പറേറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ഉണ്ട്. ഇപ്പൊ ഈവൻ നമ്മളുടെ എന്ത് ഫോട്ടോഗ്രാഫി ടൈപ്പ് ആണോ അല്ലെങ്കിൽ വീഡിയോഗ്രാഫി ടൈപ്പ് ആണോ അതിന് സെലക്ട് ചെയ്യാൻ പറ്റിയ പ്രൊഡക്ട്സ് ഫ്യൂജിയിലുണ്ട്. ഓക്കെ. അപ്പോൾ വ്ളോഗേഴ്സിന് നമ്മൾ ഏറ്റവും കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്നത്? വ്ളോഗേഴ്സിന് നമ്മൾക്കിപ്പോൾ 2 മോഡൽസ് ഉണ്ട് കറന്റ്. ഒന്ന് ഇപ്പോൾ ഒരു ബിഗിനർ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ XM5 എന്നുണ്ട് ഇപ്പോൾ ലേറ്റസ്റ്റ് ലോഞ്ച് ഒരു പ്രൊഡക്റ്റ് റീസെന്റ്. അത് മാർക്കറ്റിൽ ഭയങ്കര ഷോർട്ടാന്ന് തോന്നുന്നു. ഇപ്പോൾ വന്ന് ഫസ്റ്റ് ലോട്ട് വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ ക്യാമറ. അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ക്യാമറ എന്നുള്ളത് XS20 എന്ന് പറഞ്ഞൊരു പ്രൊഡക്റ്റ് നമുക്കുണ്ട്. ഓക്കെ, അത് പോകുന്നൊരു മോഡൽ. അതെ, അത് നല്ല സെല്ലിംഗ് ഉള്ള ഒരു മോഡലാണ്. ഓക്കെ ഓക്കെ. അപ്പോൾ ഇത് രണ്ടുമാണ് ലോഗേഴ്സിന് ഏറ്റവും കൂടുതൽ സജസ്റ്റ് ചെയ്യുന്നത്. ലോഗേഴ്സിന് വേണ്ടിയിട്ട് ഫിജി വർക്ക്ഷോപ്പുകളോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും? വർക്ക്ഷോപ്സ് ബാക്ക് ടു ബാക്ക് ഓരോ ലൊക്കേഷൻസിൽ നമ്മൾ നടത്താറുണ്ട്. അതിപ്പോൾ എല്ലാ കാറ്റഗറിയിലും നടത്താറുണ്ട്. ഇപ്പോൾ സ്ട്രീറ്റ് വർക്ക്സ്, ഫോട്ടോ വർക്ക്സ്, അതേപോലെ കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് വേണ്ടിയിട്ടുള്ള വർക്ക്ഷോപ്സ് നടത്താറുണ്ട്. അപ്പോൾ എല്ലാ സെഗ്മെന്റിലും നമ്മൾ വർക്ക്ഷോപ്പുകൾ നടത്താറുണ്ട്. നമുക്ക് ഫുൾ ഫ്രെയിം ക്യാമറകളില്ല, നമ്മൾ ഈ APS-C സെഗ്മെന്റിൽ മാത്രം കളിക്കുന്ന ഒരു ബ്രാൻഡാണ്. അതെ, ഫ്യൂജി APS-C ഫോർമാറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇറങ്ങുന്നത് ലാർജ് ഫോർമാറ്റ് ആണ്. ലാർജ് ഫോർമാറ്റ് അത് കമ്പാരിറ്റീവ്ലി ഇപ്പോൾ പെട്ടെന്ന് എല്ലാവരും കണ്ട. ലാർജ് ഫോർമാറ്റിൽ നമ്മുടെ ബിഗിനർ ക്യാമറ ഏതാണ്? ലാർജ് ഫോർമാറ്റിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യണത് 50S2 എന്ന് പറഞ്ഞിട്ട് ഒരു ക്യാമറ ഉണ്ട്. മീഡിയം ഫോർമാറ്റിൽ 50S2 എന്നുള്ളത് അത് 50 മെഗാ പിക്സൽ വരുന്ന ഒരു ക്യാമറയാണ്. അത് എത്രയാണ് പ്രൈസ് വരുന്നത്? അത് ഓൾമോസ്റ്റ് ഒരു 3.5 lakhs നമുക്ക് പർച്ചേസ് ചെയ്യാം. ഓക്കെ.